അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിർസുത്തെ ഹബീബ്മാരെ, ഒരുപാട് രക്ഷിതാക്കൾ ചൊല്ലെങ്കിത്ത് ഒരു കംപ്ലൈൻ്റ് ആയിട്ടിക്കിട്. നൻ്റെ മോണു അവನು നല്ലതുപോലെ പഠിക്കറ, അധ്വാനിക്കറ, കഷ്ടപ്പെന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ബൈഹർട്ടാക്കട, നല്ലതുപോലെ അധ്വാനിക്കറ, എക്സാമിൻ്റെ ടൈമിൽ ഭയങ്കര ഒരു ടൈമും വേസ്റ്റ് ആക്കാണ്ട് പഠിക്കറ. പക്ഷേ പഠിച്ചത് ആ ടൈം മാത്രം അവന് നിനപ്പിക്കല്. അപ്പം എന്തേ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടായെങ്കിലും തിരിച്ചു മറിച്ച് കേട്ടിട്ടുണ്ടായെങ്കിലും അവൻ ആൻസർ ചൊല്ല. അതേ സമയത്ത് എക്സാം പോയിട്ട് അവൻ ആൻസർ എഴുതുമ്പോൾ അവന് മുന്നിൽ തന്നെ പഠിച്ച അതേ ക്വസ്റ്റ്യൻ വന്നെങ്കിൽ പോലും അവനുക്ക് ആൻസർ എഴുതുകാവില്ല. എത്ര നെനപ്പാക്കിയുണ്ടായെങ്കിലും അവനുക്ക് നെനപ്പ് ശക്തി പണ്ടേ ഇല്ലാണ്ട് ചൊല്ലെങ്കിത്തെ ഒരുപാട് ഉമ്മമാരും അബ്ബമാരും കുടുംബത്തങ്ങ ഉള്ളാറ്. അങ്ങനെ എല്ലാ ആൾമാർക്കും ഉപകാരം കിട്ടുമെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഞങ്ങൾ എൻ്റെ വീഡിയോ ಇದಕ್ಕೆ ഒന്നാമതായിട്ട് ചൊല്ലുകൊള്ളേ ഞങ്ങളെ മക്ക തെല്ല് ബുദ്ധി ഇന്ന മക്ക അല്ലെങ്കിൽ തെല്ല് പഠിപ്പാട്ടൊക്കെ സാധ്യ ഇന്ന മക്ക ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഒരു സൂറത്ത് പഠിക്കണമെങ്കിലത്തെ സാമർഥ്യം ഇന്ന മക്ക ഉണ്ടായെങ്കിൽ അങ്ക് ഞങ്ങൾ ഒരു സൂറത്ത് പഠിപ്പാട്ടി കൊടുക്കണോ. സൂറത്തു ഷർഹ്, അലം നഷ്റഹ് ലക സ്വദറക ചൊന്ന് തുടങ്ങണമെങ്കിലത്തെ വെറും 3 ഗേര ഉള്ളെങ്കിലത്തെ പരിശുദ്ധമായ ഖുർആനിൽപ്പെട്ടെങ്കിലത്തെ ഒരു സൂറത്ത്, ആ സൂറത്ത് ഞങ്ങൾ മക്ക പഠിപ്പാട്ടി കൊടുക്കണം. ഇനി ആ സൂറത്തും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും മറക്കിടാറ്, അല്ലെങ്കിൽ അതും പഠിക്കുകയാവില്ലാണ്ട് കേൾക്കുന്നുണ്ടായെങ്കിൽ ഇൻഷാല്ലാ രണ്ടാമതായിട്ട് അങ്ങനെയുള്ള പരിഹാരങ്ങളെന്നാണ് ചൊന്തൻ്റെ. ഒന്നാമതായിട്ട് ഞാൻ ചൊന്നുകൊണ്ടുള്ളേ ഞങ്ങളെ മക്ക് തെല്ല് പഠിക്കുകയാവുണ്ടായെങ്കിൽ, ചെറിയ ബുദ്ധി കൊണ്ടുണ്ടായെങ്കിൽ, ആ മക്ക പഠിക്കുന്ന പ്രായം എത്തിയ മക്ക ആയിട്ട് ഇന്നുണ്ടായെങ്കിൽ സൂറത്തു ഷർഹ് എന്ന പേരിൽ അറിയപ്പെട്ടെങ്കിലത്തെ അലം നഷ്റഹ് ലക സ്വദറക ചൊല്ലുടെ സൂറത്ത് ഞങ്ങൾ പഠിപ്പാട്ടി കൊടുക്കണോ. ചന്ത ആ മക്ക പഠിച്ചാൽ പിന്നെ എങ്ങനെ ഇട്ടിക്കിട്ട് പ്രാക്ടിക്കലായിട്ട് അങ്ങ് ആക്കണോണ്ട് കേട്ടിട്ടുണ്ടായെങ്കിൽ എല്ലാ നാളും സുബഹി നിസ്കരിച്ചാൽ പിന്നെ സുബഹി നിസ്കാര കലാ ആവാണ്ട് നിസ്കരിക്കണു. ആ നിസ്കരിച്ചാൽ പിന്നെ ഈ സൂറത്ത് അലം നഷ്റഹ് ചൊല്ലണമെങ്കിലത്തെ ഈ സൂറത്ത് അത്തിക്കനിഷ്ഠ ഒറുബക്ക ഓതിട്ട് നെഞ്ഞുക് ഇഷ്ഫി ചൊന്നിട്ട് ഊതണമെങ്കിലത്തെ ഒരു ആദത്ത് ഞങ്ങൾ ആക്കണു. അത്തിക്കനിഷ്ഠ ഇട്ടിക്കിട് ഒരു ബക്ക. ഇനി 3 ബക്ക ഊതിട്ട് ആദത്താക്കറുണ്ടെങ്കിൽ അത് ഭാരി നല്ല ഇട്ടിക്കിട്. 7 ബക്ക ഊതുർದು ആദത്താക്കരുത്, അതിനെക്കാട്ടി ഏറ്റവും നല്ലതായിട്ടിക്കിട്. ഇങ്ങനെ 41 നാൾ ഒരു നാളും ഗ്യാപ്പ് വിടാണ്ട് 41 നാൾ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ ആക്കിയിടാവട്ടെ. ഇങ്ങനെ ഓതുപാട്ടണം. 7 ബക്ക ഇട്ടിക്കിട് ഏറ്റവും നല്ലത്. അത് ആവില്ലുണ്ടായെങ്കിൽ 3 ബക്ക, അതും ആവില്ലുണ്ടായെങ്കിൽ 1 ബക്ക ഇട്ടിക്കിട് അത്തിക്കനിഷ്ഠ. ഇങ്ങനെ ഓതിട്ട് ഇഷ്ഫീൻ്റെ ഇട്ടിക്കിട് ഊതരെ. ചില ആൾമാർ ഒട്രാസി ഊതറാറ്, ഇസ്പിൻ്റെ ഊതറാറ്, ചില ആൾ സൂണ്ട് ഊതറാറ്. അങ്ങനെയല്ല, ഇഷ്ഫി അള്ളാഹു നിഷിഫാക്ക് ചൊന്നിട്ടുള്ള അർത്ഥം പണ്ടെങ്കിലത്തെ ഇഷ്ഫിൻ്റെ 3 ബക്ക ഊതുർത്ത് പതിവാക്കറുണ്ടായെങ്കിൽ ആ കീടാവും നല്ല ഓർമ്മശക്തി കിട്ടുന്നുണ്ടായിട്ടിക്കട് മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നേരെ. ഇനി രണ്ടാമത്തെ ഒരു വിഷയ, ഇതും പഠിക്കുകയാവാത്ത ഒരു കിടം. ഇത്രയും പഠിക്കണമെങ്കിലത്തെ ബുദ്ധിയില്ല, ഇതും പഠിച്ചത് മറക്കണമെങ്കിലത്തെ ഒരു കിടാവായിട്ട് ഉണ്ടായെങ്കിൽ ആ കിടവുകളിലെങ്കിലത്തെ പരിഹാര ആ കിടവ് പിന്നെ ആക്കുകയാവില്ലല്ലേ. പിന്നെ ആ കിടയുടെ പാരൻസ്മാർ ഔത്രങ്ങ ആ കിടയുടെ അരക്ഷിതാക്കളായിട്ട് 6 ഉള്ളാറ അങ്ങാക്കണമെങ്കിലത്തെ ഒരു വിഷയമായിട്ടിക്കട് തെല്ല് നല്ല തേനെടുക്കണം. നല്ല റായത്ത് തേനിളക്കിയിട്ട് നല്ല തേനെടുത്തിട്ട് ആ തേനുക്ക് 7 ബക്ക അലം നഷ്റഹ് ലക സ്വദറക ചൊന്നെങ്കിലത്തെ അതേ സൂറത്ത് ഓതിട്ട് ആ തേനുടെ ആ കീടാവുകു സുബൈ ബെറും ബൈത്തുളും അതുപോലെ ജാവു കിടക്കരാൻറ്റി 3 ആ കീടാവു കുടിക്കോ കൊടുക്കണോ. ഇങ്ങനെ 41 നാൾ കണ്ടിന്യൂ ആയിട്ട് ആക്കേണ്ടായെങ്കിൽ ആ കിടാവിടെ ബുദ്ധിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്. ആ കിടാവ് നല്ല ചേഞ്ചസ് പണ്ട് പഠിച്ചത് അർത്ഥ ആക്കണമെങ്കിലത്തെ ഫഹമും നല്ല ഗ്രാഹ്യശക്തിയും പഠിച്ചത് മറന്നു പോവാത്തെങ്കിലത്തെ ഓർമ്മശക്തിയും ഈ ഒരു സൂറത്ത് ഊദ്യര ബറക്കത്ത് കൊണ്ട് ആ കീടാവ് കിട്ടുന്നുണ്ടായിട്ടിക്കട മഹാന്മാർ ചൊന്നരെ. നല്ല തേനായിട്ടിക്കട ഇതൊക്കെ യൂസ് ആക്കണേ. ഇനി നല്ല തേന് കിട്ടില്ലുണ്ടായെങ്കിൽ സംസം തന്നെയും ഇത് യൂസ് ആക്കുക ആവിടും. ഏറ്റവും നല്ലത് റായത്തെ തേനായിട്ടിക്കട, നല്ല തേനായിട്ടിക്കട. അങ്ങനെ കിട്ടുമെങ്കിലത്തെ ചക്കര മിക്സ് ആയെങ്കിലത്തെ ആ ചേനെന്തുവല്ല നല്ല ഒറിജിനൽ തേന് കിട്ടിയിട്ട് ഈ ഒരു പ്രയോഗം ആക്കിയിട്ടുണ്ടായെങ്കിൽ ആ കീടാവുക നല്ലൊരു വളർച്ച പണ്ടുണ്ടായിട്ടിക്കട് മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടിരെ. ഇത് എന്തും ആക്കോ ആവത്തെ, സ്വന്തമായിട്ട് പഠിക്കുക ആവാത്ത കിടവില്ലെങ്കിലത്തെ പരിഹാരമായിട്ടിക്കട്. ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ ആ കിടാവ് മാറ്റങ്ങൾ വന്നിട്ട് ബദലാവണ വന്നിട്ട് പിന്നെ അവന് അലം നഷ്റ സൂറത്ത് നിങ്ങൾ അവനക്ക് പഠിപ്പാട്ടിട്ട് ആ കിടവ് ആണാവട്ടെ പെണ്ണാവട്ടെ ആ കിടവ് പഠിപ്പാട്ടിൽ പിന്നെ അലം നഷ്റയുടെ പ്രയോഗങ്ങൾ പടച്ചൊന്നതുപോലെ
സുബഹി നിസ്കരിച്ചിട്ട് ഓതിട്ട് നെഞ്ഞു ഊതരുത് ആക്കിയിടോട്ടാക്ക് ബാട്ടറു അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തേതായ ഒരു പരിഹാര ചൊല്ല് ദഡന്മാരായ ആൾമാർക്കല്ല, ബച്ചൽ കാട്ടറങ്കിത്തെ ആൾമാർ നല്ല ബുദ്ധിയുണ്ട്, അത് ഉപയോഗമാക്കില്ല, നല്ല തിരച്ചിലുണ്ട്, പഠിക്കൂ മനസ്സില്ല, ഇനി പഠിച്ചുണ്ടായെങ്കിൽ ആ അവൻ്റെ ബുദ്ധി നല്ലതുപോലെ വികസിച്ചിട്ട് അവന് എവിടെകാ എത്തോ ചാൻസ് ഉണ്ടോ ചൊന്നിട്ടു വേരിക്കണമെങ്കിൽ വരെ മക്കളുള്ളാറ് ചില ഉമ്മമാരെല്ലാം അങ്ങനെ ചൊല്ലാറ്. അവനക്ക് പഠിക്കും മനസ്സിന്നുണ്ടെങ്കിൽ അവന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് എവിടെകാ എത്തുവാൻ ചൊല്ലണമെങ്കിൽ ചൊല്ല ആ മക്കൾക്ക് അങ്ങനെ ബുദ്ധി വികസിക്കുകയും പഠിக்கிற വിഷയത്തിൽ ഇൻട്രസ്റ്റ് കാട്ടകും സഹായിക്കോ രംഗത്ത് ഒരു അമലയിട്ടിക്കിട് ഇനി ചൊല്ലേ ഞങ്ങൾ ആക്കണായത് നല്ല മല തന്നെ മലകാലത്ത് ആക്കണായതായിട്ടിക്കിട് നല്ല മല പറയുമ്പോൾ ഡയറക്റ്റ് മലയുടെ മേൽ തന്നെ ശേഖരിച്ചിട്ട് അവത്തെ മാടയുടെ മേല അല്ലെങ്കിൽ സ്ലേപ്പയുടെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറേ തന്നി ശേഖരിച്ച് വെച്ചാൽ പിന്നെ ആ തന്നി എടുത്ത് വന്നിട്ട് ആ തന്നിക്ക് ആയത്തുൽ കുർസി ചൊല്ലുടക്കത്തെ പരിശുദ്ധമായ അൽ ബഖറ സൂറത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയത്ത്, ആ ആയത്തുൽ കുർസി 50 വക്കനങ്ങ ആ ഒരു തന്നിക്ക് ഊതിട്ട് മന്ത്രിച്ചിട്ട് ആ തന്നി ഞങ്ങളെ കിടാവൂ വെറും ഭയത്തിലും അതുപോലെ ജാവു വറങ്ങിടാണ്ടി മുന്നിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ടായെങ്കിൽ അതും നല്ല ബുദ്ധിശക്തി ഓർമ്മശക്തി എല്ലാം തിരിച്ചു കിട്ടുകയില്ലത്തെ ഒരു പരിഹാരമായിട്ടിക്കട്. ഇതൊക്കെ ഏറ്റവും നല്ലത് മലയുടെ തന്നെ ഏറ്റിക്കിട്. ഇപ്പം മല ഇല്ലാത്ത സാഹചര്യം ആയതുകൊണ്ടോ മല പണ്ട ടൈമിലോ ആ തന്നി ശേഖരിച്ച് വെച്ചിട്ട് ആ തന്നിക്ക് 50 വക്ക ആയത്തുൽ കുർസി ഊതിട്ട് ഈ കിടാവ് കൊടുക്കുന്നുണ്ടായെങ്കിൽ 4 2 വക്ക കൊടുക്കണോ സുബൈ വെറുമ്പയത്തിലും അതുപോലെ ജാവ് ഉറങ്ങയുടെ മുതലും കൊടുക്കരുത് ആദ്യത്താക്കലുണ്ടായെങ്കിൽ ഇങ്ങനെ ഒരു 41 നാളത്തോളം പോയിട്ടുണ്ടെങ്കിൽ ഭാരി നല്ലേ 4 ഒരു ആയത്തുൽ കുർസി അത് ഊതിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയും നല്ലേ. പക്ഷേ ഞങ്ങൾക്ക് കണക്കില്ലെങ്കിലത്തെ 50 വക്ക ആയത്തുൽ കുർസി ഉറക്ക ഓതിയെങ്കിൽ മയാവിടോ 4 ഓതി കൊടുത്തെങ്കിൽ നല്ലേണ്ട് ചൊന്ന ആൾമാറുമുള്ളാറ്. ഇങ്ങനെ ആക്കിയിട്ടുണ്ടായെങ്കിൽ ആക്കിയിടാവും നല്ല പഠിക്കും ഇൻട്രസ്റ്റ് കിട്ടും, ഇന്ന ബുദ്ധി നല്ല ഡബിളായിട്ട് വികസിച്ചിട്ട് നല്ല പുരോഗതി ആക്കിയിടാവും. എത്ര ചെന്നിട്ടു മഹാന്മാർ പഠിപ്പാട്ടി തന്നതായിട്ടിക്കിട്. ഈ 3 പരിഹാരം 3 വിഭിന്നമായ മക്ക കയറ്റിക്കിട്. ഇക്കൂട്ടത്തിൽ ഞങ്ങളെ മക്ക ഏത് വിഭാഗത്തിൽപ്പെട്ട മക്കാണ്ട് ഞങ്ങൾ ഡിസൈഡ് ആക്കിയിട്ട് ഒത്തങ്കത്തെ പരിഹാരമായ ഈ ഒരു സൂറത്തുകളും ആയത്തുകളും ഓതിയിട്ട് നിങ്ങൾ മന്ത്രിക്കറോ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ മക്കളെയും ഞങ്ങളെ മക്കളെയും സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഞങ്ങളെ മക്കൾക്കും നിങ്ങളെ മക്കൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും മനപ്പാടശക്തിയും കേട്ടതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നല്ല കൂർമ്മമായ ബുദ്ധിയും പഠിച്ചതൊരിക്കലും മറന്നു പോവാത്ത നല്ല ദായിമായ ഹിഫുലും അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. നല്ല ഉയർച്ച എത്ര മക്കളായിട്ട് നല്ല ദീനിയും ദുന്യവിയുമായിട്ട് നല്ല പുരോഗതി എത്ര മക്കളായിട്ട് ഞങ്ങളെ മക്കൾ അള്ളാഹു മാറ്റിത്തരട്ടെ. ഉമ്മ അബ്ബക്ക് കുടുംബത്തങ്ക് സമുദായത്തക്ക് ദീനുക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടണമെങ്കിൽ മക്കളായിട്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളെ മക്കളെ മാറ്റി ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരവസ്ഥ അള്ളാഹു എത്തുപെട്ടട്ടെ. ഞങ്ങളുടെ ദ്വാർക്ക് വസിയത്താക്കി ഞങ്ങളെ ഈ ക്ലാസ് നിരന്തരമായിട്ട് കേട്ടിട്ട് ഇതിലെ ഖാദിമീങ്ങളായിട്ട് ബാക്കി ഞങ്ങൾക്ക് എത്തുപാട്ടി കൊടുത്തിട്ട് ദീനി ഖിദ്മത്ത് ഇൽമി ഖിദ്മത്ത് എടുക്കുന്ന ആൾമാർ ഞങ്ങളെ ഉമ്മ അബ്ബ ആരെല്ലാം ഉള്ള കുടുംബത്തങ്ങ ഞങ്ങളുടെ ദ്വാക്ക് വസിയത്താക്കിയ എല്ലാ ആൾമാർ അള്ളാഹുവെ ഞങ്ങൾ എല്ലാ ആൾമാർക്ക് നീ സ്വർഗം തന്നെ അനുഗ്രഹിക്കണേ. അല്ലാ എല്ലാവിധ ആഫത്ത് ബല മുസീബത്ത് ഇടങ്ങേറുകളിൽ നിന്ന് ഞങ്ങളെയും മങ്ങളെയും നീ കാത്തു സലാമത്താക്കണേ. അല്ലാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.